ഇപ്പം നോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പം എടുത്ത് മറിക്കുന്നത് വെറുതെയാണ്, വെറും ഷോ. ഞങ്ങളതിൽ മിടുക്കന്മാരാണ്. India wants to know. ഹലോ ഫെലോസ്, വി ആർ മാക്രീസ് ഓൺ ദ റോൾ. ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് പോയി കാണുക. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയില് 2 കമന്റ്സ് ആണ് വന്നത്. ഒന്ന്, ഞങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല, വെരി ബിഗ് സോറി, ഞങ്ങൾ ഇത്തവണ മാക്സിമം ശ്രമിക്കാം. 2, അത്യാവശ്യം എന്നുള്ള വാക്ക് അത്യാവശ്യത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഒരു കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. അതും ഞങ്ങൾ ഈ വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഹെഡ് ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഡിമാർട്ട്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാനാണോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോണേന്ന്. കാരണം അത് ഒരു മാസത്തിലെ ഷുവർ ഡെസ്റ്റിനേഷൻ ആണ്. ഒരു മാസത്തില് ഡിമാർട്ടിൽ പോവാന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. പിക്നിക് ആണ്, ഞങ്ങളുടെ പിക്നിക് സെന്റർ ആണ് ഡിമാർട്ട്. ഒരു മാസത്തിലേക്കുള്ള ഞങ്ങളുടെ എല്ലാ സപ്ലൈസും ഞങ്ങൾ മേടിക്കുന്നത് ഡിമാർട്ടിൽ നിന്നാണ്. വിലകുറവ് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കിട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് കാണാം. അവിടുന്ന് ക്യൂ നിന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. അവിടുന്ന് ബാഗ് മേടിച്ചിട്ടാണ് നമുക്കത് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിത്രപ്പാടാണ്. ഇതാണ് നമ്മുടെ ഡിമാർട്ട് എന്ന് പറയുന്ന സംഭവം. ബാഗും ലോക്ക് ചെയ്തത്. അപ്പോൾ കുഞ്ഞൻ വരികയാണ്. ആദ്യം നമ്മളിവിടുന്ന് മേലേക്കാണ് കയറുന്നത്. മേലെ തൊട്ടാണ് നമ്മൾ അടിക്ക് വരുന്നത്. ഇതാണ് സെറ്റപ്പ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ 3rd ഫ്ലോർ. സ്ഥിരമായിട്ട് ഞങ്ങൾ വെറുതെ വായി നോക്കി നടക്കാറാണ് പതിവ്. നോക്കണ കൊണ്ട് കഴിഞ്ഞപ്പോൾ എടുക്കുന്നു തോന്നും, പക്ഷെ ഒന്നും നടക്കാറില്ല. നല്ലതാണോ നോക്കിയിട്ട് എടുക്കായിരിക്കും നല്ലത്. ഷോപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചവിട്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 99 രൂപയാണ് ചവിട്ടിക്ക്. എന്ത് ചെയ്യണം മനസ്സിൽ ലിട്ട് പൊട്ടി. എടുക്കാം, എടുത്തോ. ചവിട്ടി ഷോപ്പിംഗ് ആണ് ഗൈസ്. ചവിട്ടി ഷോപ്പിങ്ങിനുള്ളൊരു മൂഡാണ്. അത് വീട് വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു സാധനം? ഇല്ല, പാത്രമുള്ള സെക്ഷനാണ് ഗൈസ്. പൊതിച്ചു ഗൈസ്. ഇവിടെ മെയിനായിട്ട് നോക്കുന്നത് റേറ്റ് നോക്കി. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ റേറ്റ് നോക്കി എടുക്കണം. അതാണ് മെയിനാണ്. അതിന്റെ അഗ്രഹണനാണ് ഇത് നിൽക്കുന്നത്. ചെറിയ കുട്ടി കഴിക്കുകയാണ്. ബബിൾ എടുത്തിട്ടുള്ള എക്സ്പ്രഷനാണ് കാണുന്നത്. അത് വേണമെന്ന് പറഞ്ഞു, അത് കൈ പിടിച്ചു. അത് നമ്മുടെ കൊട്ടയിലിട്ടിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണുള്ളൂ. മെയിനായിട്ട് ഈ ഏരിയ ഫുള്ള് അങ്ങനെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതാണപ്പോൾ 3rd ഫ്ലോർ. ഇത് എന്തോ ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ അത് എടുത്ത് പെട്ടി കിടും. അപ്പോൾ നമ്മളുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 3rd ഫ്ലോർ അല്ലേ അത്? സെക്കൻഡാണോ? 3rd നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് സെക്കൻഡിലേക്കാണ്. ഇവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു നെയിൽ പാലർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ ആണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് എടുക്കാനൊന്നുമല്ല, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ചിത്രപ്പാടാണ്. ഫുൾ ഡ്രസ്സാണ് ഇവിടെ ഫുള്ള്. ഇതാണ് മെയിൻ സാധനങ്ങൾ. ഇവിടെ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. This is the secret of my energy.
അപ്പോൾ ആള് പോയി എടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഐസ്ക്രീമും ഇതും എടുക്കാനുള്ളത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇനിയിപ്പോൾ മേടിച്ച് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മളവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫ്ലോർ വീഡിയോ എടുത്തു, ഫസ്റ്റ് ഫ്ലോർ വീഡിയോ എടുത്ത് ഗ്രൗണ്ട് ഫ്ലോർ എത്തിയപ്പോൾ നമ്മളെ അവർ തടഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞങ്ങൾ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം. ഹായ്, ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ സമയവും സന്ദർഭമൊക്കെ സെറ്റ് ആവുന്നതിനനുസരിച്ച് ഞാനത് കൊതുക്കി വെക്കും. പക്ഷെ ഇന്നത്തെ എല്ലാ തവണയും പോയി കഴിഞ്ഞാൽ ലിസ്റ്റിലില്ലാത്തതായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണ എന്തെങ്കിലുമൊക്കെ ഞാൻ പറക്കിടാറുണ്ട്. അതിലൊന്നാണ് ഈ കിൻഡർ ജോയ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് വരാം. പിന്നെ ഒന്ന് നേരത്തെ കാണിച്ച പോലെ ബബിൾ ഞാൻ യൂഷ്വലി മേടിക്കാറില്ല, പക്ഷെ എനിക്ക് ഇന്ന് എന്തോ കണ്ടപ്പോൾ അത് മേടിക്കാൻ തോന്നി. അപ്പോൾ ഈ കിൻഡർ ജോയുടെ സ്പെഷ്യാലിറ്റി ഹാരി പോട്ടർ എഡിഷൻ ആണ്. ഇത് കഴിഞ്ഞ വർഷം മൗറീഷ്യസിൽ കിട്ടിയതാണ്. അപ്പം നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടില്ലല്ലോ, അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ഇന്ന് ഡിമാർട്ടിൽ പോയപ്പോൾ നമുക്ക് ഹാരി പോട്ടർ എഡിഷൻ കിൻഡർ ജോയ് കിട്ടിയിരിക്കുകയാണ്. ഇത് തുറന്ന് ഒരെണ്ണം കാണിക്കാം. ആരായിരിക്കും അറിയില്ല. എൻ്റെ കയ്യിൽ ആക്ച്വലി ഇതിൻ്റെ കുറച്ചെണ്ണം ഉണ്ട്. ഓക്കെ, വി ഹാവ് ഡ്രാക്കോ മാൽഫോയ്. ഇതെനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഗസ്സാണ്, പേജ് മാർക്കോ ബുക്ക് മാർക്ക് പോലെ വെക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരെന്താ പറയണേന്ന് നോക്കാം. യെസ്, എക്സാക്ട്ലി ബുക്ക് മാർക്കാണ് ഗൈസ്, ആൻഡ് ഇറ്റ്സ് ക്യൂട്ട്. മറ്റൊന്ന് തുറക്കാം, എന്താ അതിലാവാന്ന് നോക്കാം. എക്സൈറ്റ്മെൻറ്റ്. നമ്മുടെ കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് കളക്ഷൻസ് ഒരു 2-3 ഇവിടെ ഉണ്ട്. അതിലാരാണെന്നോ. ഇത് നമ്മുടെ ബാക്ക് ടാഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് ആയപ്പോഴത്തേക്കും അവര് കുറെ സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിലൊരു ത്രെഡ് ഉണ്ടായിരുന്നു, ആ ത്രെഡ് വെച്ചാണ് ബാക്ക് ടാഗ് പോലെ ഞാത്തിയിട്ടായിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ വന്ന വെർഷനിൽ ആ ത്രെഡ് ഇല്ല. വൈ ഇന്ത്യ വാണ്ട്സ് ടു നോ. ഇത് നമ്മുടെ ഹെർമോയിനി ആണെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. കണ്ടോ, ഇതിന് ത്രെഡ് ഇടാനുള്ള ഹോളും പ്രൊവിഷനും എല്ലാം ഉണ്ട്. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ബട്ട് എനിവേ, ഹാപ്പി വിത്ത് ദ പർച്ചേസ്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ മന്ത്ലി ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ 2 ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അത് കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ക്ഷീണം മാറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും വരും. കുട്ടി മേടിച്ച ബബിള് വിടാൻ വേണ്ടി നോക്കുകയാണ്. പറ്റിച്ചു ഗൈസ്, ഡിമാർട്ട് പറ്റിച്ചു ഗൈസ്. ഇല്ല പറ്റിച്ചില്ല. പക്ഷെ വേണ്ടതൊന്നും ഇതിൽ വരണില്ല. മനസ്സിലായത് വീശണം ഗൈസ്, വീശിയാലാണ് കിട്ടുള്ളൂ ഗൈസ്. പക്ഷെ പണ്ട് നമ്മൾ പെരുന്നാളിന് പോയി കഴിക്കുമ്പോൾ അവളുടെ ഒരു സന്തോഷം ഇല്ല. പിള്ളേരെ വെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ശരിയാവുമായിരിക്കും.